എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അലാറം അടിയാനൊന്നും ഞാൻ കാത്തിക്കല്ല. അതിനേക്കാൾ മുന്നേ എഴുന്നേൽക്കും. ഇന്നും അങ്ങനെ തന്നെയാണ്. അരമണിക്കൂർ മുന്നേ എണീച്ചിട്ടുണ്ട്. എന്നിട്ട് അലാറൊക്കെ ഓഫ് ആക്കിയിട്ടാണ് ഡയറക്റ്റ് അടുക്കളയിലേക്ക് വന്നിന്. എന്നിട്ട് ഞാൻ നസാരിക്ക് വേണ്ടുന്ന വെള്ളമൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്, ബസ്സിൽ പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ബാഗിൽ അവന് ഛർദ്ദിക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക്കും ചെറുനാരങ്ങ വായു ഗുളിക അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം വെക്കുന്നുണ്ട്. പിന്നെ അവനക്ക് വേണ്ടുന്ന സ്നാക്കും ഒക്കെ വെച്ചിട്ട് ഞാൻ ബാഗ് ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കലാന്ന്. എന്താന്ന് വെച്ചാൽ പിന്നെ മറന്നു പോകും. പിന്നെ ബസ്സിൽ നിന്നായിരിക്കും കേട്ടോ അശോ അത് എടുത്താൽ മതിയെന്നു ഇത് എടുത്താൽ മതിയെന്നു എന്നുള്ള ഓർമ്മ വരുന്നു. പിന്നെ ചായ കുടിച്ചു. അപ്പോൾ ചായക്ക് ബിസ്ക്കറ്റും ബന്നാന്ന് കഴിച്ചിന്. എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ആക്കിയിട്ടില്ല കേട്ടോ. നന്ന രാവിലെ ഒന്നും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്നും അങ്ങനെ ശീലമില്ല. പിന്നെ നെസാരിനെ എഴുന്നേൽപ്പിക്കലാണ്. നാട്ടിൽ പോകേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ എണീച്ചിരുന്നിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായിന്. അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാനിങ്ങനെ ഓരോന്ന് അവനോട് സംസാരിച്ച് കഴിഞ്ഞ് ഇതാ അവനെ കുളിച്ചു കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അവന് ബിസ്ക്കറ്റൊക്കെ കഴിക്കലാണ്. ആ ടൈം കൊണ്ട് ഞാനും ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ പോകാൻ നേരത്തെ അവനക്ക് തലയിൽ തൊപ്പി വെച്ച് കൊടുത്തിട്ട് അന്നേരം അവൻ പറയാം തൊപ്പി മാത്രം പോരും, എനിക്ക് നല്ല തണുപ്പുണ്ട്, സ്വെറ്റർ വേണമെന്ന്. അപ്പോൾ സ്വെറ്ററും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.